ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ വാട്സപ്പിലും മറ്റുമൊക്കെ സ്റ്റാറ്റസ് ഇടാറുണ്ട്. പല സോഷ്യൽ മീഡിയകളിലും നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്. അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന സമയത്ത് നമ്മളിടുന്ന സ്റ്റാറ്റസ് വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസുകൾ എല്ലാം തന്നെ നമ്മുടെ മൊബൈലിലെ ഫുൾ സ്ക്രീൻ ആയിരിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ഫുൾ സ്ക്രീൻ ആയിട്ട് നമുക്ക് എല്ലാ ഫോട്ടോസുകളും എല്ലാ വീഡിയോസുകളും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കിടെ ഏത് ഫോട്ടോസുകളും ഏത് ഇമേജസും ഏത് വീഡിയോസുകളും നമുക്ക് ഏത് സോഷ്യൽ മീഡിയകളിലും ഫുൾ സ്റ്റാറ്റസ് ആയിട്ട് ഇടാൻ സാധിക്കുമെന്നുള്ളതാണ്. വാട്സപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലും നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ഇടാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ഇടുന്നതിനായിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. വെല്ലോ വെർട്ടിക്കൽ ഫുൾ സ്ക്രീൻ HD സ്റ്റാറ്റസ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളിത് ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. അവിടെ കുറച്ച് പെർമിഷൻ ചോദിക്കും. പെർമിഷനുകളെല്ലാം നിങ്ങൾ അലോ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെലക്ട് വീഡിയോ, സെലക്ട് ഇമേജസ്, സെറ്റിംഗ്സ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ഫുൾ സ്ക്രീൻ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അല്ല, നിങ്ങൾ ഏതെങ്കിലും ഫോട്ടോസ് അല്ലെങ്കിൽ ഇമേജസ് ആണ് നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ ആക്കി നിങ്ങൾക്ക് സ്റ്റാറ്റസ് ആയി ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ സെലക്ട് ഇമേജസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ഫോട്ടോ സെലക്ട് ചെയ്ത് അത് ഫുൾ സ്ക്രീൻ ആക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് വീഡിയോ ആണ് ഫുൾ സ്ക്രീൻ ആക്കേണ്ടതെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക, ഇമേജസ് ആണെങ്കിൽ ഇമേജസ് സെലക്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ സെറ്റിംഗ്സ് എന്ന് പറയുന്ന താഴെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് മാക്സിമം ഡ്യൂറേഷൻ എത്ര സെക്കൻഡ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ 15 സെക്കൻഡ്, വാട്സപ്പിൽ 30 സെക്കൻഡ്, 1 മിനിറ്റുള്ള സ്റ്റാറ്റസ് ആണ്, 5 മിനിറ്റുള്ള സ്റ്റാറ്റസ് ആണോ, അത് നിങ്ങൾക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് എത്ര സെക്കൻഡ് വേണമെന്നുള്ളത് അല്ലെങ്കിൽ എത്ര മിനിറ്റ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്നും തീരുമാനിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ മറ്റും കാണാൻ സാധിക്കും. ഓട്ടോ സേവ്, അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ റൊട്ടേറ്റ് ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇമേജ് സേവ്, ഡ്യൂറേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഉദാഹരണമായിട്ട് എനിക്കൊരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ഇമേജസ് ആണ് ഫുൾ സ്ക്രീൻ ആക്കേണ്ടതെങ്കിൽ, ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ആക്കേണ്ടതെങ്കിൽ ഞാൻ സെലക്ട് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ഫോണിലുള്ള ഒരു ഫോട്ടോ ഏതാണോ സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതൊന്ന് ഏത് പൊസിഷനിലാണ് വേണ്ടത്, ഏത് ഭാഗമാണ് വേണ്ടത്, അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് താഴെ മുകളിലായിട്ട് ഒരു ടിക്ക് മാർക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ടിക്ക് മാർക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പ്രോസസ്സിംഗ് ആരംഭിക്കുകയും ഇത് നിങ്ങളുടെ ഫോണിലേക്ക് സേവ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ സേവ് ആയതിനു ശേഷം ഒന്നുകിൽ നിങ്ങൾ സേവ് ചെയ്തെടുക്കുക, നിങ്ങളുടെ ഫോണിലേക്ക് തന്നെ സേവ് ചെയ്തെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഷെയർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വാട്സപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ് ഏത് സോഷ്യൽ മീഡിയ ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ മൈ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റസ് നിങ്ങളിലേക്ക് ആഡ് ചെയ്യാവുന്ന കണ്ടോ നിങ്ങൾ ഫുൾ സ്ക്രീൻ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഇത് സ്റ്റാറ്റസ് ആയിട്ട് ആഡ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഇട്ട സ്റ്റാറ്റസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുൾ സ്ക്രീൻ, നമ്മുടെ ഫോണിൻ്റെ ഫുൾ സ്ക്രീൻ ആയിട്ടാണ് ഇത് കാണുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഏത് ഫോട്ടോസുകളും ഏത് വീഡിയോസുകളും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫുൾ സ്ക്രീൻ സ്റ്റാറ്റസ് ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും എന്നുള്ളതാണ്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഉപയോഗിച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.